നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ പതിയെ IPL ആവേശത്തിലേക്ക് കൂടി മാറുകയാണ്. IPL താരലേലം മിനി ഓപ്ഷൻ ഇതാ 16-ാം തീയതി അബുദാബിയിൽ വെച്ച് നടക്കുകയാണ്. ഡിസംബർ 16-ന് അബുദാബിയിലെ സമയം UAE സമയം ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഓപ്ഷൻ ആരംഭിക്കുന്നത്. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 2:30. അപ്പം താരങ്ങളുടെ ലിസ്റ്റൊക്കെ ഓൾറെഡി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ഇത്തവണ ഓപ്ഷനിലുള്ളത് എന്ന്. 11 കേരള പ്ലേയേഴ്സാണ് ഇത്തവണ ഓപ്ഷനിലുള്ളത്. അതാരൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും പരിശോധിക്കുന്നത്. 11 കേരള പ്ലേയേഴ്സ്. ഒന്ന് KM ആസിഫാണ്. മുമ്പൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്, നമുക്കറിയാം. കേരളത്തിൻ്റെ പ്രധാന ബൗളർമാരിലൊരാൾ KM ആസിഫ്. പിന്നെ എദൻ ടോം, വിഘ്നേഷ് പുത്തൂർ. കഴിഞ്ഞ തവണ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിലുണ്ടായിരുന്നു. തവണ അദ്ദേഹത്തെ റിലീസ് ചെയ്തു. പിന്നെ രോഹൻ കുന്നുമ്മൽ, സൽമാൻ നിസാർ, അഹമ്മദ് ഇമ്രാൻ, അബ്ദുൽ ബാസിത്ത്, ജിക്കു ബ്രൈറ്റ്, ശ്രീഹരി നായർ, അഖിൽ സ്കറിയ, മുഹമ്മദ് ഷറഫുദ്ദീൻ എന്നിവരാണ് ഈ ഒരു ഓപ്ഷനിലുള്ള മലയാളി താരങ്ങൾ. അതേസമയം ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് ഏത് അസോസിയേഷനിലാണെന്ന് നോക്കാം. ഡൽഹിയിൽ നിന്ന് 20 പ്ലെയേഴ്സ് ഇത്തവണത്തെ ഓപ്ഷനുണ്ട്. പ്രധാനമായിട്ടും നവദീപ് സൈനി, യാഷ് ദുല്ല്, വൻഷ് ബേദി, തേജസ്വി സിംഗ്, സിമർജിത്ത് സിംഗ്, അനികേത് കുമാർ, ഇങ്ങനെ പറഞ്ഞ് അവരുടെ 20 പ്ലെയേഴ്സ് ഇത്തവണത്തെ ഓപ്ഷനിലുണ്ട് ഡൽഹിയിൽ നിന്ന്. മുംബൈയുടെ 16 താരങ്ങളാണ്. സർഫറാസ് ഖാൻ, തനുഷ് കോട്ടിയാൻ, അതുപോലെ തന്നെ ഓങ്കാർ ടർമാലെ, ഹാർദിക് ടമോളെ, ഇർഫാൻ ഉമൈർ തുടങ്ങിയ 16 താരങ്ങൾ മുംബൈയുടെ താരങ്ങൾ ഇത്തവണ ഓപ്ഷനുണ്ട്. അതേസമയം കർണാടകയിൽ നിന്ന് 14 താരങ്ങളാണ്. പ്രമുഖ താരങ്ങൾ മായങ്ക് അഗർവാൾ, അഭിനവ് മനോഹർ എന്നിവരൊക്കെ ഇത്തവണ ഈ ഒരു ഓപ്ഷനുണ്ട്. പിന്നെ മധ്യപ്രദേശിൽ നിന്ന് 13 താരങ്ങൾ. വെങ്കിടേഷ് അയ്യരുണ്ട്, കുൽദീപ് സെൻ ഉണ്ട്. ഇവരൊക്കെ മധ്യപ്രദേശിൽ നിന്നാണുള്ളത്. പിന്നെ ഉത്തർപ്രദേശിൽ നിന്ന് 12 പ്ലെയേഴ്സ് ഉണ്ട്. ശിവം മാവി, പ്രശാന്ത് വീർ, നമാൻ തിവാരി, കാർത്തിക് ത്യാഗി, വിജയ് കുമാർ, ആദർശ് സിംഗ്, ഇങ്ങനെ പറഞ്ഞ് അവരുടെ 12 താരങ്ങളുണ്ട്. രാജസ്ഥാനിൽ നിന്ന് 12 താരങ്ങളുണ്ട്. രാഹുൽ ചാഹർ, ദീപക് ഹൂഡ, മഹിബാൽ ലോംറോർ, കമലേഷ് നാഗർകോട്ടി, മുകുൾ ചൗധരി, കാർത്തിക് ശർമ്മ, ഇങ്ങനെ പറഞ്ഞ് 12 താരങ്ങളാണ് രാജസ്ഥാൻ അസോസിയേഷൻ എന്നുള്ളത്. കേരളത്തിൽ നമ്മൾ പറഞ്ഞു 11 താരങ്ങളുണ്ട്. തമിഴ്നാടുവിൽ നിന്ന് 11 താരങ്ങൾ. മലയാളിയായിട്ടുള്ള സന്ദീപ് വാര്യർ, അതുപോലെ തുഷാർ രഹേജ, പിന്നെ അജിതേഷ് ഗുരുസ്വാമി, ഇങ്ങനെ പറഞ്ഞ് അവരുടെ 11 താരങ്ങളുണ്ട്. പഞ്ചാബിൽ നിന്ന് 11 താരങ്ങളുണ്ട്. നിഖിൽ ചൗധരി, അൻമോൽ പ്രീത് സിംഗ്, സൻവീർ സിംഗ്, സലിൽ അറോറ, കാർത്തിക് ചദ്ധ തുടങ്ങിയ 11 താരങ്ങൾ അവിടെ നിന്നുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് 10 താരങ്ങൾ. അതിൽ പ്രമുഖ താരങ്ങളുണ്ട്. പൃഥ്വി ഷോ ഉണ്ട്, രാഹുൽ ത്രിപാഠി ഉണ്ട്, രാജ്യവർദ്ധൻ ഹങ്കർഗേക്കർ ഉണ്ട്, ജലജ് സക്സേനയുണ്ട്, പ്രശാന്ത് സോളങ്കി ഉണ്ട്, വിക്കി ഓസ്വാൾ ഉണ്ട്, സഹിൽ പ്രകാശ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രധാന താരങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഇത്തവണ ഓപ്ഷനുണ്ട്. ഹൈദരാബാദ് അസോസിയേഷനിൽ നിന്ന് 9 താരങ്ങളാണ്. അമൻ റാവു പരാല, രാഹുൽ ബുദ്ധി, തനൈ ത്യാഗരാജൻ, ആരോൺ വർഗീസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള താരങ്ങളാണ് അവിടെ നിന്നുള്ളത്. ബറോഡയിൽ നിന്ന് 9 താരങ്ങളാണ്. രാജ് ലിംബാനി, അതുപോലെ ഭാനു പാനിയ, അധീത് സേത്ത് തുടങ്ങിയ 9 താരങ്ങളാണ് ബറോഡയിൽ നിന്നുള്ളതെങ്കിൽ ആന്ധ്രയിൽ നിന്ന് 8 താരങ്ങളുണ്ട്. KS ഭരത്, റിക്കി ബുയി, സത്യനാരായണ രാജു, ഇങ്ങനെയുള്ള പ്രമുഖ താരങ്ങൾ അവിടെ നിന്നുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് 8 താരങ്ങളാണുള്ളതെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് 8 താരങ്ങളുണ്ട്. അപ്പം ജമ്മു കാശ്മീരിലുള്ള പ്രധാന താരങ്ങൾ ഔക്കിബ് ദാർ, അതുപോലെ പിന്നെ മുരുകൻ അശ്വിന്, പിന്നെ കമ്രാൻ ഇക്ബാൽ, ഇങ്ങനെയുള്ള താരങ്ങളുണ്ട്. ഇത് ഇപ്പോൾ ജമ്മു കാശ്മീർ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തവരാണ്. അല്ലാതെ അവരൊക്കെ ജനിച്ചത് അവിടെയാണ്, കളി തുടങ്ങിയത് അവിടെയാണെന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. എല്ലാ അസോസിയേഷനിലും താരങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ അവരെവിടെയാണ്? ഇപ്പോൾ ജലജ് സക്സേന എനിക്കറിയാമല്ലോ, ആദ്യം കേരളത്തിലാണ് കഴിഞ്ഞ തവണ ആദ്യം കളിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തിരികെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏത് അസോസിയേഷനിലാണ് അതനുസരിച്ചാണ് പറയുന്നത് മനസ്സിലാക്കുക. വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ ആകാശ് ദീപ്, സായൻ ഘോഷ്, കരൺ ലാൽ, അതുപോലെ സെയ്ദ് ഇർഫാൻ അഫ്താബ്, രവികുമാർ, ഇങ്ങനെയുള്ള താരങ്ങൾ വെസ്റ്റ് ബംഗാൾ അസോസിയേഷനിൽ നിന്ന് ഇത്തവണ ഓപ്ഷനുണ്ട്. വിദർഭ അസോസിയേഷനിൽ നിന്ന് 8 താരങ്ങളാണുള്ളത്. ഉമേഷ് യാദവ്, അഥർവ ടൈഡെ, ധനീഷ് മലേവാർ, ദർശൻ നാൽക്കണ്ടെ, ഇങ്ങനെ പറഞ്ഞ് പ്രധാന താരങ്ങൾ അവിടെ നിന്നുണ്ടെന്ന് അർത്ഥം. സൗരാഷ്ട്രയിൽ നിന്ന് ചേതൻ സക്കറിയ, രുജിത് അഹീർ തുടങ്ങിയ താരങ്ങൾ 8 താരങ്ങളാണ് സൗരാഷ്ട്രയിൽ നിന്നുള്ളത്. ഹരിയാനയിൽ നിന്ന് 7 താരങ്ങളുണ്ട്. അത് യാഷ്വർദ്ധൻ ദലാൽ,
അർഷ് കബീർ രംഗ തുടങ്ങിയ താരങ്ങളുണ്ട്. പിന്നെ ഹിമാചലിൽ നിന്ന് 7 താരങ്ങൾ, അതിൽ പുഖ്രജ് മന്ന്, മായങ്ക് ദാഗർ, അതുപോലെ അർപ്പിത് ഗുലേറിയ തുടങ്ങിയ താരങ്ങളാണുള്ളത്. ഉത്തരാഖണ്ഡിൽ നിന്ന് 6 താരങ്ങളുണ്ട്. ആകാശ് മധുവാൾ, യുവരാജ് ചൗധരി, കുനാൽ ചന്ദേല, ഇങ്ങനെയുള്ള താരങ്ങളാണ് അവിടെ നിന്നുള്ളത്. ഗുജറാത്തിൽ നിന്ന് 6 താരങ്ങളുണ്ട്. പ്രമുഖ താരങ്ങൾ അതിലുണ്ട്. രവി ബിഷ്ണോയി ഉണ്ട്, പിന്നെ ആര്യൻ ദേശായി ഉണ്ട്, പിന്നെ സൗരവ് ചൗഹാൻ, റിഫാൽ പട്ടേൽ, ഇങ്ങനെയുള്ള താരങ്ങളാണ് ഗുജറാത്തിൽ നിന്ന് വരുന്നത്. പുതുച്ചേരിയിൽ നിന്ന് 5 താരങ്ങളാണ് ഇത്തവണ ഓപ്ഷനിലുള്ളത്. അതിൽ സാത്വിക് ദേസ്വാൾ, അമൻ ഖാൻ, ഹിമാൻഷു ശർമ്മ തുടങ്ങിയ താരങ്ങളുണ്ട്. ബീഹാറിൽ നിന്ന് 4 താരങ്ങളാണ്. അതിൽ സാക്കിബ് ഹുസൈനും മുഹമ്മദ് ഇസാറും ബിബുൻ സൗരഭും സാബിർ ഖാനുമാണുള്ളത്. ജാർഖണ്ഡിൽ 4 താരങ്ങളുണ്ട്. സുശാന്ത് മിശ്ര, അമിത് കുമാർ, ഉത്കർഷ് സിംഗ്, ബാലകൃഷ്ണ എന്നിവരാണ് അവിടെ നിന്നുള്ളത്. ഗോവയിൽ നിന്ന് 3 താരങ്ങളാണുള്ളത്. അത് അഭിനവ് തജ്റാന, സായുഷ് പ്രഭുദേശായി, പിന്നെ ലലിത് യാദവ് എന്നിവരുണ്ട്. അതേസമയം റെയിൽവേസിൽ നിന്ന് 3 താരങ്ങൾ, കരൺ ശർമ്മയും രവി സിംഗും പിന്നെ അഥൽ റായുമുണ്ട്. മിസോറാമിൽ നിന്ന് KC കരിയപ്പ, ഛത്തീസ്ഗറിൽ നിന്ന് ശുഭം അഗർവാൾ, മേഘാലയയിൽ നിന്ന് പുരവ് അഗർവാൾ, സർവീസസിൽ നിന്ന് മോഹിത് രാത്തി, ത്രിപുരയിൽ നിന്ന് വിജയ് ശങ്കർ, ചണ്ഡീഗറിൽ നിന്ന് മനൻ വോഹ്റ എന്നിവരുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായും ഓരോ അസോസിയേഷനിൽ നിന്ന് ഇത്തവണ ഓപ്ഷന് പോകുന്ന താരങ്ങളുടെ ലിസ്റ്റ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.